ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. ഞങ്ങളെ ക്രിസ്മസ് വെക്കേഷന് മോളും ഫാമിലി ആയിട്ടേ ഒരു ചെറിയ ടൂർ പോയി. അതെവിടേക്കാണെന്നല്ല, അത് കൊടൈക്കനാലിലേക്കാണ് ഞങ്ങൾ പോയത്. ഇഷ്ടം പോലെ ഒരു തക്കുളുടെ പോലത്തെ ഒരു കുരങ്ങെത്തി. അതേ പോണ്. അയ്യോ, ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു കുട്ടീനെ കൊണ്ടുവരുന്നു കുരങ്ങൻ. ഇതിങ്ങനെ വരുമ്പോ ഞങ്ങളങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുരങ്ങന്മാരെയും ഒക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വില്ല. ഇതിൻ്റെ വില്ലയുടെ പേരാണ് ബോഗർ വില്ല എന്നാണ് ഈ വില്ലയുടെ പേര്. അപ്പോൾ അവിടെ ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തു. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞങ്ങൾ എണീറ്റ്, അല്ലെങ്കിൽ 7:30 ആവും എണീക്കുമ്പോൾ, കാരണം നല്ല തണവാണല്ലോ. അപ്പോൾ 7:30 എണീറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തീ കായണമെന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തൊരു സ്റ്റെപ്പുണ്ട്. താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിട്ട് അവിടെ നമുക്ക് തീ കായാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാണ്ട് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഇളമ്പയിലൊക്കെ കൊള്ളാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നല്ല സീനറിയാണ് അവിടെ, കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും താമസവും സൂപ്പറായിരുന്നു അവിടുത്തെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല വില്ലയാണ്, ബോഗർ വില്ല എന്നാണ് കേട്ടോ വില്ലയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ആ വില്ലയിൽ താമസിക്കാം. ഓക്കെ, ഞങ്ങളൊരു 9 മണിയോടുകൂടി ഞങ്ങൾ ഇറങ്ങും. അപ്പം രാവിലത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കും. അവർ തന്നെ അവിടുത്തെ വില്ലയിൽ തന്നെ നമുക്കുണ്ട് ഫുഡ്. അത് കഴിച്ചിട്ട് നമ്മൾ സാവകാശം പോയിച്ചത് കാണാനായിട്ട് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഈ പടൽ ബോട്ടുകളൊക്കെ കുടിക്കണേൻ്റെ അടുത്തേക്കാണ് വന്നത്. കലന്ന് കിട്ടണില്ല. ഇത് കണ്ടോ, ഈ കെട്ടിടം കണ്ടോ? ഇത് നോക്കിയാൽ എന്ത് സുന്ദരം നോക്കിയേ. ഇവിടെയാണ് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് കയറിയത് കേട്ടോ. 4 മണിയായപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് കയറി. അപ്പോൾ വളരെ മനോഹരമാണ് അത്. അതിൻ്റെ ഉൾഭാഗവും അതിൻ്റെ പുറംഭാഗവും ഒക്കെ. അയ്യോ, പോലെ മൊത്തത്തിലെടുക്കട്ടെ. അവിടെ ഒരു പ്രത്യേകമായ കാഴ്ച ഉണ്ടായിരുന്നു. അവിടെ വെച്ചാലേ ഈ ഡെപ്പുകളിലൊക്കെ, ആ തൂക്കിട്ടിരിക്കുന്ന ഡെപ്പുകളിലൊക്കെ ധാന്യങ്ങൾ നിറച്ച് വയ്ക്കും. അപ്പോൾ കിളികൾ വന്നിട്ട് അത് സ്വയം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ധാന്യങ്ങളൊക്കെ പറക്കി തിന്ന് പോണ കാണാൻ ഭയങ്കര രസമായൊരു കാഴ്ചയായിരുന്നു. പിന്നെ കാണാൻ പോയതാണ് ബ്രൈൻഡ് പാർക്ക്.
പണ്ട് ഞങ്ങൾ പോയിരുന്നപ്പോഴത്തെ അത്രയും പൂക്കളൊന്നും ഇപ്പം അവിടെ ഉള്ളതായിട്ട് കാണില്ല. അതിന് കാലാവസ്ഥയുടെ കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഒരു സൃഷ്ടിച്ച പോലെയാണ് ചെടികളൊക്കെ നിൽക്കുന്നത്. പൂക്കളില്ല എന്നല്ല, എന്നാലും ആദ്യം കാലത്ത് ഒത്തിരി റോസാപ്പൂക്കൾ കൊണ്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു റോസാപ്പൂടായിരുന്നു. ഇപ്പം അങ്ങനെ റോസാപ്പൂ എന്ന് പറഞ്ഞൊരു സാധനം ഞാനവിടെ കണ്ടില്ല. കുറേ നാൾ നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. നല്ല പച്ച പുൽത്തകടിയാണ്. ആ പച്ച പുൽത്തകടിയിൽ കിടന്നിട്ട് ആളുകൾ കിടന്ന് ഉരുള, മുകളിൽ നിന്ന് എഴുകി താഴത്തേക്ക് വരാം, അങ്ങനെ കളി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് കോട വന്ന് നിറഞ്ഞു. ഇവിടെ ഇതാ കോട വന്ന് കിടക്കണുണ്ടോ, കോട വന്ന് നിറഞ്ഞു. ഒരു 10 മിനിറ്റ് നേരം പെട്ടെന്ന് അങ്ങോട്ട് കോട വന്നു. അത് കഴിഞ്ഞ് കുറച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ചേഞ്ച് ചെയ്യും. പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം തന്നെ മഴയും പെയ്തിരുന്നു, ചെറുതായിട്ട് ചാറ്റൽ മഴയും പെയ്തിരുന്നു. ഇതവിടെ കണ്ടൊരു ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതായത് നല്ല റോസാപ്പൂവിൻ്റെ അത്ര വലിപ്പമുള്ള പൂക്കളാണ് അത്. കുട്ടോ കുറച്ച് നല്ലത്, കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് കൊടൈക്കനാലിലത്തെ 1-ാം ദിവസം ഞങ്ങൾ കാണാൻ പോയ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ 1-ാം ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചെത്തി, റൂമിലെത്തി. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.